അമ്മയ്ക്ക് അസുഖം കൂടി. അവനവന്റെ അമ്മയുടെ കൂടെ തന്നെ അധിക സമയവും ചെലവഴിച്ചു. സൂവിനെ കാണാൻ പറ്റാത്തോണ്ട് അമ്മയെ നോക്കാൻ അവനൊരു കെയർ ടേക്കറിനെ അറേഞ്ച് ചെയ്തു. സൂവിനെ കാണാൻ വേണ്ടി അവൻ പാർക്കിലേക്ക് പോയി. യങ് അവനെ അവിടെ വെച്ച് കെട്ടിപ്പിടിച്ചു. സൂവിന് അതൊന്നും അത്ര ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഗേ ആണെന്ന് എല്ലാരും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ കുറിച്ച് നീങ്ങിയിരുന്നു. യങ് ഇത് കേട്ട് അപ്സെറ്റായി. അത് സൂവിനും മനസ്സിലായി. അവനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി സൂ തന്റെ കൈ യങ്ങിന്റെ കൈയിലേക്ക് വെച്ചു. യങ്ങും അതുകൊണ്ട് കൂളായി. അപ്പോഴാണ് സൂവിന്റെ സീനിയേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് എന്നവൻ പറഞ്ഞു. നടക്കാനോ? ഒരു പയ്യന്റെ കൂടെയോ? നീ അവനെ ഡേറ്റ് ചെയ്യുവാണോ? സൂ എന്ത് പറയണമെന്നറിയാണ്ട് നിന്നു. അപ്പോഴാ സ്ത്രീ നീ അവനെ ഇങ്ങനെ കളിയാക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഏയ് ഞാൻ കളിയാക്കിയൊന്നുമല്ല, ചുമ്മാ ചോദിച്ചതല്ലേ, ഇതൊന്നും കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. എന്നാൽ ആ സ്ത്രീ അവന്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. ഷെടാ ഞാൻ വെറുതെ പറഞ്ഞാന്നേ, ഇവൻ അങ്ങനത്തെ ടൈപ്പ് അല്ലാന്നൊക്കെ എനിക്കറിയാം. എടാ ഇവളോട് പറഞ്ഞേ നീ ആ കേ അല്ലാന്ന്. എന്നാൽ ആ സ്ത്രീ മാപ്പ പറയുന്നത് വീണ്ടും പറഞ്ഞു. അതുകൊണ്ട് അയാള് സോറി പറഞ്ഞു. സൂവിനെ ലഞ്ച് കഴിക്കാനും അയാൾ ക്ഷണിച്ചു. എന്നാൽ സൂ തനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യങ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഞങ്ങൾ നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞു. എന്നാലിപ്പോ 11 മണിയല്ലേ ആയിട്ടുള്ളൂ എന്നാ സ്ത്രീ ചോദിച്ചപ്പോ ഞങ്ങൾ ബ്രഞ്ച് ഡേറ്റിന് വന്നതാണ്, അതുകൊണ്ട് നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞ് സൂവിനെയും പിടിച്ചുകൊണ്ട് അവിടുന്ന് പോയി. കുറച്ചു ദൂരം ചെന്നതും നീ എന്തിനാ അവരോടൊക്കെ അങ്ങനെ പറയാൻ പോയത്? അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിച്ചു കാണും എന്ന് സൂ ദേഷ്യപ്പെട്ടു. അവരെന്തേലും വിചാരിച്ചോട്ടെ, അതിനിപ്പോ എന്താ? അല്ല നിനക്കെന്താ നമ്മുടെ കാര്യം പറഞ്ഞാൽ? ഞാൻ നിനക്കാരാ? ആക്ടിവിസ്റ്റ് ആണെന്ന് പറച്ചില് മാത്രം ഉണ്ടായാ പോരാ, എനിക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് സൂ ദേഷ്യപ്പെട്ട് നടന്നകന്നു. രാത്രി തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന യങ് കാണുന്നത് അവന്റെ അമ്മ ബൈബിൾ വചനങ്ങൾ ഒരു ബുക്കിലേക്ക് പകർത്തി എഴുതുന്നതാണ്. അവരുടെ ഏതോ ഒരു ബന്ധു വയ്യാണ്ട് കിടന്നപ്പോ ബൈബിള് പകർത്തി എഴുതി രോഗശാന്തി നേടിയത്രേ. അതുകൊണ്ടാണ് അവരും ഇത് എഴുതുന്നത്. രാത്രി സൂവിനോടുള്ള ദേഷ്യത്തിൽ നോവൽ എഴുതിക്കൊണ്ടിരിക്കവേ രാവിലെ സംഭവിച്ചതിന് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള അവന്റെ മെസ്സേജ് യങ്ങിനെ ഹാപ്പിയാക്കി. രാവിലെ ധൃതി പിടിച്ച് അമ്മയെ കെയർ ടേക്കറിനെ ഏൽപ്പിച്ച് സൂവിനെ കാണാൻ ഇറങ്ങിത്തിരിക്കുകയാണ് യങ്. തറയിൽ വാരി വലിച്ചിട്ടിരിക്കുന്ന യങ്ങിന്റെ ഡ്രസ്സ് മടക്കി വെക്കുന്നതിനിടയ്ക്ക് യങ്ങും സൂവും നിൽക്കുന്ന ഫോട്ടോ അമ്മ കാണുന്നു. മറുവശത്ത് അവർ രണ്ടാളും ഷോപ്പിങ്ങിലാണ്. അവിടെ അടുത്ത് നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ചെന്ന് നമുക്ക് പാസ്ത കഴിക്കാമെന്ന് യങ് പറഞ്ഞു. എന്നാൽ സൂവിന് സീ ഫുഡ് കഴിക്കാനായിരുന്നു താല്പര്യം. നീ എന്താ കഴിഞ്ഞ ജന്മത്തിൽ വല്ല തിമിംഗലവുമായിരുന്നോ എന്ന് യങ് ചോദിച്ചപ്പോ സൂ പറഞ്ഞത് 2 പുരുഷന്മാർ അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് പാസ്ത കഴിക്കുന്നത് വിയേഡാണെന്നാണ്. ഇത് കേട്ട് യങ്ങിന് ദേഷ്യം വരുന്നു. തിരിച്ച് സൂവിന്റെ സ്ഥലത്തെത്തിയപ്പോ നേരത്തെ വഴക്കിട്ടതിന് സൂ ക്ഷമ ചോദിച്ച് യങ്ങിനെ കിസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ചുകൂടെയൊക്കെ നടന്നു. അതൊക്കെ കഴിഞ്ഞ് യങ് സെൽഫി എടുക്കാൻ തുടങ്ങിയതും സൂ അത് തടഞ്ഞു. അവനിതൊക്കെ അൺകംഫർട്ടബിൾ ആണത്രേ. നീ നേരെ ഡ്രസ്സ് എടുത്തില്ല, നിന്റെ ബാഗ് ഫുൾ ആവശ്യമില്ലാത്ത സാധനങ്ങളാ. അതൊന്നും കുഴപ്പമില്ല അല്ലേ? ഞാൻ എങ്ങനെയാ ജീവിച്ചതെന്ന് നിനക്കറിയോ? ഞാൻ എന്തോരം സ്ട്രഗിൾ ചെയ്തു. ആ വേദനയിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. നിന്നെ പോലൊരാൾക്ക് അത് ഒരിക്കലും മനസ്സിലാക്കാൻ കൂടി കഴിയില്ല. അതുകൊണ്ട് ഫാൻസി റെസ്റ്റോറൻറ്റിലിരുന്ന് പാസ്ത കഴിക്കാനൊന്നും എന്നെ കിട്ടില്ല. നിന്റെ പാസ്റ്റും ഈ പാസ്ത കഴിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നമ്മളെ നോക്കി ഇരിക്കുവല്ലേ എല്ലാവരും. അവരൊന്നിച്ച് നടക്കുമ്പോ എല്ലാവരും തങ്ങളെ നോക്കാറുണ്ടെന്നാണ് സൂവിന് തോന്നിയത്. നിനക്ക് എന്റെ കൂടെ നടക്കുന്നത് നാണക്കേടാണോ? ആരും കാണാണ്ട് ഒളിച്ച് മീറ്റ് ചെയ്യണോ ഞാൻ എന്ന് യങ് ചോദിച്ചപ്പോ അതെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയാണ് സൂ. അപ്പോൾ തന്നെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് കെയർ ടേക്കർ വിളിച്ചു. ഓടിച്ചെന്നപ്പോ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് പോകാൻ ധൃതിയുള്ളത് കൊണ്ട് അവര് യങ്ങിനെ വിളിച്ചു വരുത്തിയതാണ്. പാവ യങ്ങിനെ എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. അവൻ അമ്മയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. പതിയെ പതിയെ അമ്മയുടെ അസുഖമൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നു. അപ്പോൾ മോൻ ഇത്രയും നാള് തൻ്റെ കൂടെ ആയിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് പൈസ കൊടുത്തിട്ട് ഫ്രണ്ട്സുമായിട്ട് കുറച്ചു നേരം പോയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു. യങ് ആദ്യം ഒന്നും അടിച്ചെങ്കിലും അമ്മ നിർബന്ധിച്ച് അവനെ ആ പൈസ അടിച്ചേൽപ്പിച്ചു. യങ് നേരെ ഫ്രണ്ട്സിനെയും കൂട്ടി ബാറിലേക്ക് പോയി. സൂവിന്റെ കാര്യം സംസാര വിഷയമായപ്പോൾ അവനെ കളയടാ മണ്ടാന്ന് ലവന്മാര് പിന്നെയും പറഞ്ഞു. അതൊന്നും കേൾക്കാണ്ട് കള്ളു കുടിച്ച് പാതിബോധത്തിൽ അവൻ സൂവിനെ വിളിച്ചു. നമുക്ക് മീറ്റ് ചെയ്യാം വാ എന്ന് പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുവാണ്, വേണേ നീ ഇങ്ങോട്ട് വാ എന്ന് സൂവും. നീ വിസിലടിക്കുമ്പോൾ അങ്ങോട്ട് വരാൻ ഞാൻ നിന്റെ പട്ടിയൊന്നുമല്ലാന്ന് മാസ് ഡയലോഗ് അടിച്ചിട്ട് യങ് നേരെ സൂവിന്റെ അടുത്തേക്ക് എന്നെ ചെന്നു. സൂ അവനെ കെട്ടിപ്പിടിച്ച് ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അടുത്ത ദിവസം കള്ളു കുടിച്ച് ഹാങ് ഓവർ മാറി അവൻ എഴുന്നേറ്റപ്പോൾ സൂ ലാപ്പിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുവാണ്.
ബാ നമുക്ക് കിടന്നുറങ്ങാന്ന് പറഞ്ഞ് അവൻ സൂനെ കെട്ടിപ്പിടിച്ചു. ഞാൻ നിന്റെ നോവൽ വായിച്ചു നോക്കി, ഒരിക്കൽ നീ അറിയപ്പെടുന്ന ഒരു നോവലിസ്റ്റ് ആവും എന്ന് സൂ പറഞ്ഞു. ഓ അങ്ങനെയാണോ, ഞാനെങ്കിൽ നോവലിസ്റ്റൊക്കെ ആയി പണക്കാരനാവുമ്പോൾ നിന്നെ നന്നായിട്ട് നോക്കാം എന്ന് യങ്ങും. പിന്നീട് എഴുന്നേറ്റ യങ് കോഫിയൊക്കെ കുടിച്ച് അവിടെ എല്ലാം നോക്കി കാണുവാണ്. സൂ അപ്പോഴും കിടന്നുറക്കാണ്. അപ്പോൾ സൂ എഴുതിക്കൊണ്ടിരുന്ന ആ ലാപ്പ് അവൻ വായിച്ചു നോക്കി. ഹോമോസെക്ഷാലിറ്റിയെ കുറിച്ചായിരുന്നു ആ എഴുത്ത്. അതിൽ ഹോമോസെക്ഷുവാലിറ്റി പാപമാണെന്ന രീതിയിലാണ് അവൻ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ട് യങ്ങിനാകെ കൺഫ്യൂഷനായി. ഈ ഒരു എഴുത്തിന് വേണ്ടിയിട്ട് ഹോമോസെക്ഷാലിറ്റിയെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് സൂ തന്റെ ഒപ്പം നടക്കുന്നത് എന്ന് യങ്ങിന് മനസ്സിലായി. തിരിച്ചു പോകുന്ന വഴിക്ക് അവൻ പണ്ട് നടന്ന കാര്യങ്ങൾ ആലോചിച്ചു. യങ് ഒരു പയ്യനെ കിസ് ചെയ്യുന്നത് കണ്ട അവന്റെ അമ്മ അവനെ ഫോഴ്സ് ചെയ്ത് ഒരു സെന്ററിലേക്ക് അയച്ചു. ഗേ ആവുന്നത് ഒരു പാപമാണെന്നും ഈ പാപം തന്റെ മോൻ ചെയ്യരുതെന്നുമായിരുന്നു അവരുടെ മനസ്സിൽ. തിരിച്ച് അമ്മയുടെ അടുത്തെത്തി, നാളെ എന്റെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാൻ അമ്മ വരുമോ എന്ന് അവൻ ചോദിച്ചു. ഈവൻ ദോ സൂവുമായി നിൽക്കുന്ന ഫോട്ടോ അവർ കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ കാര്യമൊന്നും പറയാതെ നിനക്കത്ര നിർബന്ധമാണേൽ കാണാം എന്ന് അവർ പറഞ്ഞു. യങ് അവനെ വിളിച്ച് നാളെ അമ്മയെ മീറ്റ് ചെയ്യാൻ പാർക്കിലേക്ക് വരുമോ എന്ന് ചോദിച്ചു. മടിച്ച് സൂ സമ്മതിച്ചു. എന്നാൽ അടുത്ത ദിവസം ഒരുപാട് സമയം പാർക്കിൽ നിന്നിട്ടും സൂ അവിടേക്ക് വന്നില്ല. വരാത്തതിന്റെ റീസൺ ആയിട്ട് സൂ പറഞ്ഞത് അവന്റെ അമ്മ പിന്നെയും വെള്ളമടിച്ച് ഇച്ചിരി സീരിയസ് ആയി ഇരിക്കുന്നു എന്നതാണ്. അടുത്ത ദിവസം എന്തായാലും മീറ്റ് ചെയ്യാമെന്ന് അവൻ വാക്കുകൊടുത്തു. സൂ ശേഷം ആ റെസ്റ്റോറന്റിൽ പോയി പാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. അവിടെ വെച്ച് സൂ താൻ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. അവന്റെ ചേച്ചി അവിടെയാണ് താമസിക്കുന്നത്. സോ അവിടെ ഒരു ജോലി കിട്ടി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. നീ മൂവ് ഓൺ ആയി നല്ലൊരു പയ്യനെ ഡേറ്റ് ചെയ്യ്, അല്ലെങ്കിൽ നല്ലൊരു പെണ്ണിനെ. യങ്ങിന് ഇത് കേട്ട് സങ്കടായി. ഇത് കണ്ട സൂ ചോദിക്കുവാ, നീ എന്താ കരുതിയത് നമ്മളെ തമ്മിലെ പ്രേമാണെന്നാണോ? പക്ഷേ ഇതെല്ലാം കേട്ട് യങ് മിണ്ടാതെ ഇരുന്നു. അവന്റെ മൗനം കണ്ട് ചിരിച്ച് പാസ്തയും കഴിച്ചിട്ട് ഇതെന്റെ ടേസ്റ്റിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് സൂ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. യങ്ങിന് ഇതുകൂടെ കണ്ടതും ദേഷ്യം വന്ന് സൂവിനെ പോയി തല്ലി. അവൻ കരഞ്ഞുകൊണ്ട് സൂവിനെ ചീത്ത വിളിച്ചു. തിരിച്ച് റൂമിലെത്തിയ യങ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു. അടുത്ത സീനിൽ അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത് തന്നെ അവന്റെ അമ്മയുമുണ്ട്. കൂടാതെ അവനെ കാണാൻ അവന്റെ 3 സുഹൃത്തുക്കളും അങ്ങോട്ടേക്കെത്തി. ഫ്രണ്ട്സിനെ കണ്ട് യങ്ങിന് സന്തോഷമായി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തിരിച്ചെത്തിയപ്പോൾ സൂ അയച്ച ഒരു ലെറ്റർ, കഴിഞ്ഞ കാര്യങ്ങൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട്. കൂടെ അവൻ പബ്ലിഷ് ചെയ്ത ഒരു ലേഖനവും. അമ്മയുടെ അടുത്തെത്തിയപ്പോൾ അവര് ന്യൂസ് പേപ്പറിൽ വന്ന യങ്ങിന്റെ ആർട്ടിക്കിൾ മുറിച്ചെടുക്കുവാണ്. ഇതിനു മുന്നേ വന്ന എല്ലാ ന്യൂസ് പേപ്പർ കട്ടിങ്സും അവരൊരു ഫയലിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അവനത് മറിച്ചു നോക്കിയപ്പോൾ അവസാനത്തെ പേജിൽ അവനും സൂവുമായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ടു. അമ്മയ്ക്ക് അവരുടെ കാര്യം അറിയാമായിരുന്നു എന്നവന് മനസ്സിലായി. അമ്മയും കൊണ്ട് പാർക്കിലെത്തിയപ്പോൾ സൂ അയച്ചതെല്ലാം അവൻ അവിടുത്തെ ഡസ്റ്റ്ബിന്നിൽ ഇട്ടു. പിന്നീട് അമ്മയും അവനും കൂടെ അവിടെ ഇരുന്ന് പണ്ടത്തെ കാര്യങ്ങൾ സംസാരിച്ചു. അമ്മ യങ് എങ്ങനെയാണോ അങ്ങനെ തന്നെ അവനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. യങ്ങിനെ പോലെ ഒരു മോനുള്ളതിൽ അവർ സന്തോഷിച്ചു. രണ്ടാളും ആ സായാഹ്നത്തിൽ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് 4ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്.